ആ ദിവസം തന്നെ അവർ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായിരുന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിങ്ങളെല്ലാവരും ഈ വചനം വായിച്ചു കേട്ടിട്ടുണ്ടല്ലേ? ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുണ്ട്. വാക്കിന് ശക്തിയുണ്ടോ? വാക്കിന് ശക്തിയുണ്ടോ? എന്തൊക്കെ ശക്തിയുള്ളത് ചേച്ചി? എന്തൊക്കെ ശക്തിയുള്ള വാക്കിനുള്ളത്? ഒരു വാക്കിന് എന്തൊക്കെ ശക്തിയുള്ളത് പറയാമോ? നല്ല ശക്തിയുണ്ട്. പിന്നെ ഒരാളെ വളർത്താൻ പറ്റുമോ? വാക്കിന് ഒരാളെ വളർത്താൻ പറ്റും. ഒരാളെ തളർത്താൻ പറ്റുമോ? വാക്കിന് തളർത്താനും പറ്റും അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. എഡിസനെ കുറിച്ച് കേൾക്കണ്ടേ? എഡിസനാണ് ബൾബ് കണ്ടുപിടിച്ചത്, നമുക്കറിയാം. എഡിസൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അത്ര നല്ല സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പം ടീച്ചർ എന്ത് ചെയ്തു? ഒരു കത്ത് എഴുതി എഡിസനെ വീട്ടിലേക്ക് വിട്ടു. ഈ കൊച്ചിന് മറ്റുള്ളവരുടെ കൂടെ ഇന്ന് പഠിപ്പിക്കാൻ പറ്റില്ല, ഇവനധികം ബുദ്ധിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവന് സ്കൂളിൽ നിന്ന് ഒരു കത്ത് എഴുതി കൊച്ചിൻ്റെ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടു. അമ്മ ഈ കത്ത് വായിച്ചിട്ട് എഡിസനോട് പറഞ്ഞു, ടീച്ചർ പറഞ്ഞേക്കുക ഈ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് നീയാണ്, നിൻ്റെ ബുദ്ധി മറ്റുള്ളവർക്കില്ല, അതുകൊണ്ട് ഇവനെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു. ഈ ഒറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു? എഡിസൺ വിചാരിച്ചു തനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? എഡിസൺ നന്നായി പഠിക്കാൻ തുടങ്ങി. ഒരമ്മയുടെ ഒറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു? എഡിസൺ എന്ന് പറയുന്ന വലിയൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായി. ചില വാക്കുകൾ കൊണ്ട് നമുക്ക് മനുഷ്യരെ നശിപ്പിക്കാനും പറ്റും. ഒരു കൊച്ചിനോട് ഞാൻ പറയാം, നിനക്ക് ബുദ്ധിയൊന്നുമില്ലടാ, നിന്നെ കാണാൻ കൊള്ളുമൊന്നുമില്ല. ഈ കൊച്ചി എന്ത് പറയും? കേട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കൊച്ചി വിചാരിക്കും, എനിക്ക് ബുദ്ധിയൊന്നുമില്ല, എന്നെ കാണാൻ കൊള്ളുമില്ല. കൊച്ചിങ്ങനെ മനസ്സിൽ പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് പതുക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് എന്ത് ചെയ്യും? അവൻ വളർച്ചയില്ലാതാകാൻ വേണ്ടി തുടങ്ങും. മനുഷ്യരുടെ വാക്കിന് ഒരാളെ വളർത്താനും പറ്റും, ഒരാളെ തളർത്താൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ വളർത്താൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ഒരാളെ വളർത്താൻ പറ്റും. ഇന്നത്തെ സുവിശേഷം നമ്മൾ എന്താ കണ്ടത്? 2 പേർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. ഒരാളുടെ പേര് കൃത്യം സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, ക്ലെയോപ്പാസ് എന്നാണ് അയാളുടെ പേര്. ലൂക്കാസ് സുവിശേഷം പ്രത്യേകത, എല്ലാ ആളുടെ പേര് ലൂക്കാസ് സുവിശേഷന് അറിയാം. പക്ഷെ ഒരാളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്ലെയോപ്പാസ്. വേറൊരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരാ? ഇവിടെ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ 2ാമത്തെ ആൾ. ആരാ? നമ്മൾ ഓരോരുത്തരുമാണ് ഈ 2ാമത്തെ ആൾ. ഇവരെവിടുന്നാ പോകുന്നത്? ജെറുസലേമിൽ നിന്ന് പോകും. ഇവർ എങ്ങോട്ടാ പോകുന്നത്? എമ്മാവൂസിലേക്ക്. അന്നത്തെ കാലഘട്ടം ജെറുസലേം എന്ന് പറയുന്നത് പീഡകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരാജയങ്ങളുടെയും തോൽവികളുടെയും വിഷമങ്ങളുടെയും ഒക്കെ ഒരു സ്ഥലമായിരുന്നു ജെറുസലേം എന്ന് പറയാം. നമ്മൾക്ക് ആയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ജെറുസലേമാണ്. ഒരുപാട് വിഷമവും പ്രതിസന്ധിയും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില ആളുകളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾക്ക് എന്നെ പഠിച്ചു ഏത് ജോലി കിട്ടണമെന്ന് അറിയത്തില്ല. ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ചിലർക്കൊരു കുടുംബത്തിലൊരു സമാധാനമൊന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുന്ന മനുഷ്യരോ ഓരോരുത്തരോ നമ്മളോട്. അപ്പം ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പല കാര്യങ്ങളെക്കുറിച്ച് സമ്പാദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശോ എന്താ ചെയ്തേ? ഈശോ അവരുടെ കൂടെ നടന്ന്, എങ്ങനെ വഴി യാത്രക്കാരനായി നടന്ന്. ദൈവത്തിനൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ അവനോട് സംസാരിക്കും. നിങ്ങൾ യാത്രക്കാരനായി സഞ്ചരിച്ചാൽ എന്ത് ചെയ്യും?
ദൈവം യാത്രക്കാരനായിട്ട് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളൊരു അമ്മ എന്ന നിലയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ദൈവം ഒരു അമ്മയെപ്പോലെ നിങ്ങളോട് സംസാരിക്കും. ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം ഒരു അപ്പനെ പോലെ നിങ്ങളോട് സംസാരിക്കും. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദൈവം ഒരു വിദ്യാർത്ഥിയെ പോലെ നിങ്ങളോട് സംസാരിക്കും. ഈ രണ്ട് ശിഷ്യന്മാരിൽ ദൈവം എങ്ങനെയാ? ഒരു വഴിയാത്രക്കാരനായ ഈശോ അവരോട് കൂടി. ഇവരെന്താ? ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുക, പ്രശ്നങ്ങളും പേടിച്ചിരണ്ടിട്ട്. ദൈവം ഈശോ ഇവരുടെ കൂടെ കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ വചനം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എന്താ ചെയ്ത്? വചനം പതുക്കെ പതുക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ച? ഇവരുടെ മനസ്സിൽ, ഇവരുടെ ഹൃദയങ്ങൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ജ്വലിക്കാൻ തുടങ്ങി. ജ്വലിച്ചു കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? എമ്മാവൂസിലേക്ക് പോയോ ജെറുസലേമിലേക്ക് പോയോ? ജെറുസലേമിലേക്ക് പോയി. ഈ ജെറുസലേമിൽ നിന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഇവർ എന്ത് ചെയ്തു? വഴിതെറ്റി എമ്മാവൂസിലേക്ക് പോയി. ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു? തിരിച്ച് ഈ ജെറുസലേമിലേക്ക് തന്നെ പോയി. കാരണം എന്ത് ചെയ്തു? ഇവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണം, അത് ഉരുവിടണം, അതിന്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വാക്കിനൊരു ശക്തിയുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൻ്റെയും ലക്ഷക്കണക്കിന് ശക്തിയുണ്ട്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞ് 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 അതിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഉരുവിട്ട് അതിൻ്റെ ഒരു ഓരോ വചനത്തിനും ദൈവത്തിന്റെ വചനത്തിനൊരു അഭിഷേകമുണ്ട്. ഈശോ പിശാചിനെ ഓടിച്ചെങ്ങനെയാ? പരീക്ഷണം ഉണ്ടായപ്പോൾ ദൈവത്തിന് വചനം പറഞ്ഞ് ഈശോ എന്ത്? പിശാചിനെ ഓടിച്ചു. ഈശോ എപ്പോഴും വചനം പറഞ്ഞുകൊണ്ടിരുന്നു. മാതാവ് സ്തോത്രഗീതം ആലോപിക്കുന്ന ഇങ്ങനെ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് സ്തോത്രം അതിൽ ആലോപിച്ചു. ഈശോ കുരിശി കടന്നുകൊണ്ട് ദൈവത്തിന്റെ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കട്ടെ, പക്ഷെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം നമ്മൾ ഉരുവിടുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ, അത് പറയുമ്പോൾ, അത് എഴുതുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഈശോ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയും അത് ഉരുവിടുകയും എഴുതുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുകയും ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കൃപ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം ചിന്തിക്കാവോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം മനസ്സിൽ ചിന്തിക്കാവോ? നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള, ഒരു നിമിഷം കണ്ണുകളടച്ച്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും, എന്നെ വഴി നടത്തും എന്നുള്ള ഒരു ദൈവവചനം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാവോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവവചനം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 15-ാം തിരുവചന. ഞാൻ നിങ്ങൾ ഇനി ദാസന്മാരെന്ന് വിളിക്കില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്ന വചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവോ? ചിലർക്ക് നിന്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെന്നായിരിക്കും. നിന്റെ കണ്ണീർ കടങ്ങൾ ഞാൻ കുപ്പി ശേഖരിച്ചിട്ടുണ്ട്, അലച്ചിലുകൾ ഞാൻ നിന്നിട്ടുള്ള സങ്കീർത്തനമാകാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വചനമായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന വചനമായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഇഷ്ടം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്ന വചന. നമുക്കിഷ്ടപ്പെട്ട ഒരു വചനം പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവന്നോ? ഇനി പതുക്കെ പതുക്കെ മനസ്സും നിങ്ങൾ ആ വചനം ഒന്ന് ഉരുവിടാൻ തുടങ്ങാവോ? മനസ്സിലിങ്ങനെ പറയാവോ? ഒരു 10 പ്രാവശ്യം പറയാവോ? പതുക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വചനം ഒരു 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഒരു 5 പേര് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കാവോ? ഒച്ചത്തിൽ. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. ആ വചനം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ട ഒരു വചനം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, മോശേ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളെല്ലാവരും ഒരു നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോ എന്ത് ചെയ്തു? എപ്പോഴും ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചു കൊണ്ടിരുന്നു.
നമുക്കറിയാം ഈശോ ദൈവത്തിൻ്റെ വചനമാണെന്നറിയാം. ഈശോ എന്ത് ചെയ്തു? സങ്കീർത്തനങ്ങളും തോറയിലൊക്കെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈശോ ദൈവവചനം ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു. പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ ഈശോ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പിശാചിനെ എതിർത്തു. ദൈവത്തിൻ്റെ വചനത്തിനൊരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു അഭിഷേകമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെയും 11-ാമത്തെയും തിരുവചനം ഇങ്ങനെ പറയുന്നു: മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങിപ്പോകാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമാക്കും. യെശയ്യാ പ്രവാചകൻ നമ്മളോട് പറയാം, ദൈവത്തിൻ്റെ വചനത്തിനൊരു ശക്തിയുണ്ട്. അതിൻ്റെ നിയോഗം അത് നിറവേറ്റും. നമ്മളെല്ലാവരും ഇന്ന് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നിയോഗമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ 2 ശിഷ്യന്മാരെ പോലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമായിരിക്കാം. ജീവിതത്തിൽ നിരാശ നിറഞ്ഞു നിൽക്കുകയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഓടിപ്പോവുകയായിരിക്കാം, നിക്കക്കള്ളിയില്ലാതെ. ജീവിതത്തിൽ നിന്ന് നിക്കക്കള്ളിയാതെ ഓടിപ്പോവുകയായിരിക്കാം. കുടുംബജീവിതത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരിക്കാം. നല്ല വിദ്യാഭ്യാസം കിട്ടി, ജോലിയൊന്നുമില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, ജോലിയൊന്നും കിട്ടിയില്ലേ, ജോലിയൊന്നും കിട്ടിയില്ലേ. ആ മുറിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ചില ആളുകൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ആളുകളിങ്ങനെ ചോദിച്ച് അവർ ഓടിപ്പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾ കുറേ നാളെ പരിശ്രമിക്കുക ഒരു വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ഇവരോടെല്ലാം ഈശോ സംസാരിക്കുന്നുണ്ട് വചനത്തിലൂടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ വലത് കരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കൊണ്ടുവരാം. ഇടത് കരങ്ങളിൽ ഈ സമൂഹത്തിലായിരിക്കുന്ന 200ഓളം പേരുണ്ട്. അവരെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഈ 2 കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഞാൻ ചൊല്ലിത്തരുന്നൊരു വചനം നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വചനം എന്തിയാണ്? ഇന്നും നാളെയും നിങ്ങൾ നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അടുത്ത 33 ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. വചനം ചൊല്ലും തോറും എന്തു ചെയ്യും? അത് പതുക്കെ പതുക്കെ നമുക്കൊരു അഭിഷേകമാകാൻ തുടങ്ങി, അതൊരു കൃപ വരാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ ആ വചനം നിങ്ങൾക്ക് ശക്തി നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള ആ നിയോഗവും തോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച ഒരു വചനം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ചിലർക്ക് 2-3 വചനം ഏത് ചൊല്ലുന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ എടുത്ത് ഒരു വചനം നിങ്ങൾക്ക് ശക്തി നൽകുന്ന
നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വചനം കണ്ടുപിടിച്ച് നിങ്ങളത് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.